السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, റമദാൻ അവസാനിക്കുമ്പോൾ നമ്മുടെ ദുആകളിൽ നമ്മൾ ചെയ്ത അമാലുകൾ അള്ളാഹു സ്വീകരിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മൾ ചെയ്ത അമാലുകൾ അള്ളാഹു സ്വീകരിച്ചോ എന്നുള്ളത് നമുക്കറിയുകയില്ല. അത് അള്ളാഹു സ്വീകരിക്കുമോ എന്ന ഭയം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അത് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നമ്മളുടെ അവസ്ഥ വളരെ കഷ്ടത്തിലായിരിക്കും എന്ന ഭയം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. കുഫാറുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളിലേക്ക് നാം തിരിഞ്ഞു കളയും, എന്നിട്ട് അതിനെ നാം ധൂളികളാക്കി മാറ്റും. ഒരു വിലയുമില്ലാത്ത, ഒരു ഫലവുമില്ലാത്ത, പാറിപ്പറക്കുന്ന ധൂളികളാക്കി നാം അതിനെ മാറ്റും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. കുഫാറുകൾ, അമാലുകൾ, അവരുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹു നമ്മളുടെ അമലുകൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് എൻ്റെ അമലൊക്കെ അതൊക്കെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന ദുർഭയത്വം നമ്മളിൽ ഉണ്ടാകുവാൻ പാടില്ല. നേരെ മറിച്ച് അള്ളാഹു സ്വീകരിക്കുമോ എന്ന ഭയം ഉണ്ടാകണം. അള്ളാഹു പറഞ്ഞു, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. അള്ളാഹുവിൻ്റെ റസൂലെ പറയുക, ഹൽ നുനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ബിൽ അഖ്സരീൻ അഅമാല, അമലുകൾ, പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം പാഴായിപ്പോയ ആളുകൾ അവരാരാണ് എന്ന് ഞാൻ അറിയിച്ചു തരട്ടെയോ. പരലോകത്തെത്തുമ്പോൾ പ്രവർത്തനങ്ങളൊക്കെ അങ്ങേയറ്റം പാഴായിപ്പോയ ആളുകൾ ആരാണ്? അല്ലദീന ضل സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, അവരുടെ പ്രവർത്തനം ദുനിയാവിൽ വഴികേടിലായി, നിഷ്ഫലമായി. എന്നാൽ വഹും യഹ്സബൂൻ, അവർ വിചാരിക്കുന്നത് അന്നഹും യുഹ്സിനൂന സുന്ന, അവർ ചെയ്തതൊക്കെ നല്ലതായിരുന്നു, അവർ ചെയ്തതൊക്കെ വളരെ ഉഷാറായിരുന്നു എന്നാണ് അവർ ധരിച്ചു വെച്ചിരുന്നത്. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ പാഴ്വേലകളായിരുന്നു. അങ്ങനെയുള്ള ആളുകളാണ് നാളെ പരലോകത്ത് ഏറ്റവും അമലുകളുടെ കാര്യത്തിൽ നഷ്ടം സംഭവിക്കുന്ന ആളുകൾ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് അള്ളാഹു സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. മുഅ്മിനീങ്ങളുടെ മനസ്സിൽ ഭയമുണ്ടായിരിക്കണം. സലഫുകൾ പറഞ്ഞതായി കാണും, അലാമത്തു സആദ, ഒരുവന്റെ സൗഭാഗ്യത്തിന്റെ അടയാളമാണ് അൻ തുതിഅ അല്ലാഹ് വതഖാഫ അൻ തകൂന മർദൂദൻ ഇൻദല്ലാഹ്. നീ അല്ലാഹുവിനെ അനുസരിക്കുന്നു, പക്ഷേ നീ പേടിക്കുന്നു അള്ളാഹുവിൻ്റെ അരികിൽ ഞാൻ തള്ളപ്പെടുമോ, എൻ്റെ അമലുകൾ തള്ളപ്പെടുമോ എന്ന് പേടിക്കുന്നു. അതിനോടൊപ്പം അള്ളാഹുവിനെ അനുസരിക്കുന്നു. അത് സൗഭാഗ്യത്തിന്റെ അടയാളമാണ്. വഅലാമത്തു ശഖാവ, ദൗർഭാഗ്യത്തിന്റെ അടയാളം എന്നാൽ അൻ തഅസില്ല, നീ അള്ളാഹുവിനെ ധിക്കരിക്കുന്നു. എന്നാൽ വതർജു അൻ തകൂന മഖ്ബൂലൻ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ സ്വീകരിക്കപ്പെട്ടവനാണ് എന്ന് നീ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിനോടൊപ്പം. അത് ദൗർഭാഗ്യത്തിന്റെ അടയാളമാണ് എന്നാണ്. ഞാൻ വളരെ ഉഷാറാണ്, എൻ്റെ അമലുകളൊക്കെ നല്ലതാണ്, അതൊക്കെ അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞു എന്ന മട്ടിലിരിക്കുക, അത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം പാടില്ല. അമലുകൾ എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് ആ പേടിയും വർദ്ധിക്കണം. വല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജില, മുഅ്മിനീങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താ? ഒരു കൊടുക്കാനുള്ളത്, ചെയ്യാനുള്ളതൊക്കെ ചെയ്യും, അപ്പോഴും അവരെ ഹൃദയങ്ങൾ പേടിച്ചു വറക്കും. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, റബ്ബിലേക്ക് മടക്കപ്പെടാനുള്ളവരാണ്
എന്ന ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഈ ആയത്ത് അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അഹ്മുല്ലദീന യശ്രിഖൂന വയശ്റബൂനൽ ഖംർ, ഈ പറഞ്ഞ ആളുകൾ, പേടിയുണ്ടാകുന്ന ആളുകൾ, അവർ മോഷ്ടിക്കുകയും അതുപോലെ തന്നെ മദ്യപിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുമുല്ലദീന യുസല്ലൂൻ വയതസദ്ദഖൂൻ വയഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും. അവർ നിസ്കരിക്കുന്ന ആളുകളാണ്, സ്വതക്ക കൊടുക്കുന്ന ആളുകളാണ്, പക്ഷേ അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുമോ എന്ന ഭയം അവരുടെ മനസ്സിലുണ്ടായിരിക്കും. അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ഈ ഭയം മനസ്സിൽ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഈ പ്രാർത്ഥന മഹാന്മാരായ രണ്ട് പ്രവാചകന്മാരുടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനുള്ള സാഹചര്യം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. വൈദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വ ഇസ്മാഈൽ. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം, റബ്ബിന്റെ നിർദ്ദേശപ്രകാരം വഹി ലഭിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ ഭവനമായ കഅബ പടുത്തുയർത്തുകയാണ്. എന്നിട്ട് ആ രണ്ട് പ്രവാചകന്മാർ അള്ളാഹുവിന്റെ ഉത്തരവിന് ശേഷം, ഇത് പണിതതിന് ശേഷം അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിന്റെ ഭവനാണ് പണിതത്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് പണിതതാകട്ടെ രണ്ട് പ്രവാചകന്മാരാണ്. എന്നിട്ടും അവർ അള്ളാഹുവിനോട് സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യുകയാണ്. അതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. സലഫുകളെ കുറിച്ച് നമ്മൾ കേട്ടതാണ്. റമദാൻ കഴിഞ്ഞാൽ 6 മാസം അവരെന്താ ദുആ ചെയ്യുക? അല്ലാഹു ഞങ്ങളുടെ കർമ്മങ്ങൾ, അമാലുകൾ നീ സ്വീകരിക്കണേ, റമദാനിൽ ഞങ്ങൾ ചെയ്ത അമാലുകൾ അത് നീ സ്വീകരിക്കണേ എന്നാണ് 6 മാസം. റമദാന് ശേഷം 6 മാസം അവർ ദുആ ചെയ്തത് അപ്രകാരമായിരുന്നു. അവർക്ക് പേടിയുണ്ടായിരുന്നു. സലഫുകളെ കുറിച്ച് പറയപ്പെട്ടതായി കാണാം, അള്ളാഹു എങ്ങാനും ഞങ്ങളിൽ നിന്ന് ഒരു കടുക് മണിയുടെ വലുപ്പത്തിലുള്ള ഒരു അമൽ സ്വീകരിച്ചു എന്ന് ഞങ്ങൾ അറിയുമായിരുന്നെങ്കിൽ ലതമന്നൈതുൽ മൗത്ത്, ഞങ്ങൾ മരണം ആഗ്രഹിക്കുമായിരുന്നു, മരണത്തിനെ കൊതിക്കുമായിരുന്നു. പക്ഷെ അള്ളാഹു സ്വീകരിച്ചോ ഇല്ലേ നമുക്കറിയില്ല. അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക, ധാരാളമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പ്രത്യേകിച്ചും റമദാൻ അവസാനിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ധാരാളമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ഒരു നിബന്ധനയായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് റമദാനിൽ നമ്മൾ നേടിയെടുത്ത തഖ്വ അത് നിലനിർത്തുക എന്നുള്ളത്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അള്ളാഹു തഖ്വയുള്ള ആളുകളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. റമദാനിൽ നമ്മൾ നോമ്പ് നോറ്റത് എന്തിനാണ്? തഖ്വക്ക് വേണ്ടിയാണ്. അപ്പൊ ആ നേടിയെടുത്ത തഖ്വ നമ്മൾ റമദാനിന് ശേഷം നിലനിർത്തണം. എന്നാലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കുകയുള്ളൂ. റമദാനിൽ നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്തു, അത് അല്ലാഹു സ്വീകരിച്ചോ എന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? പണ്ഡിതന്മാർ ചില അടയാളം പറഞ്ഞു. അതിലൊരു അടയാളം എന്താ? റമദാനിന് മുമ്പുള്ള ജീവിതത്തിനേക്കാൾ നല്ല അവസ്ഥയായിരിക്കും റമദാനിന് ശേഷമുള്ള ജീവിതം എങ്കിൽ അവന്റെ അമാലുകൾ, പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിച്ചതിന്റെ അടയാളമാണത്. റമദാനിൽ അവൻ എങ്ങനെയായിരുന്നോ അതിനേക്കാൾ നല്ല അവസ്ഥ, ഈമാനികമായി ദീനിയായി നല്ല അവസ്ഥ റമദാനിന് ശേഷം. എന്നാൽ ഒരുവന്റെ അവസ്ഥ മോശമാണ് എങ്കിലോ റമദാന് മുമ്പുള്ള അവസ്ഥയേക്കാൾ മോശം അവസ്ഥയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, തിന്മകൾ ചെയ്യുന്നു, അമലുകളാകട്ടെ പ്രത്യേകിച്ച് വർദ്ധിച്ചിട്ടൊന്നുമില്ല എങ്കിൽ അവന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു തള്ളിയതിന്റെ അടയാളമായി പണ്ഡിതന്മാർ ഗൗരവത്തോടുകൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. റമദാനിൽ നമ്മൾ പാടുപെട്ടത് ഇതോടുകൂടി അവസാനിപ്പിക്കാനല്ല, നമ്മൾ നിലനിർത്തണം. റമദാനിന് ശേഷമുള്ള ജീവിതത്തിൽ അമാലുകൾ, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു മദ്രസയാക്കി റമദാൻ നമ്മൾ മാറ്റണം, ഒരു പരിശീലന കേന്ദ്രം,
അതായിക്കൊണ്ട് ഈ റമദാൻ നമ്മൾ കണക്കാക്കണം. റമദാനിൽ നമ്മൾ നേടിയെടുത്ത പരിശീലിച്ച അമാലുകൾ, സൽക്കർമ്മങ്ങൾ, അത് റമദാനിന് ശേഷവും നമ്മൾ തുടരണം. ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, നോക്കൂ, വല്ലാഹി മൽ മുഅ്മിനു അല്ലദീ യഅമലു ശഹറൻ ഔ ശഹറൈൻ. ഒരു മുഅ്മിൻ, യഥാർത്ഥ മുഅ്മിൻ, അവന്റെ അവസ്ഥ ഏതെങ്കിലും ഒരു മാസം വരുമ്പോൾ പ്രത്യേകം ഇബാദത്ത് ചെയ്യുന്ന ഒരാൾ, അങ്ങനെയല്ല ഒരു മുഅ്മിൻ. എന്നാൽ അവന്റെ ജീവിതകാലം മുഴുവൻ അള്ളാഹുവിന് ഇഷ്ടമുള്ള അമലുകളുമായി അള്ളാഹുവിലേക്ക് അടുക്കുന്നവനാണ്. കാരണം വല്ലാഹി മാ ജഅല അല്ലാഹു ലിഅമലിൽ മുഅ്മിനി അജലൻ ദൂനൽ മൗത്ത്. മുഅ്മിനിന്റെ അമലുകൾക്ക്, പ്രവർത്തനങ്ങൾക്ക് അവധിയായി അള്ളാഹു മരണമല്ലാതെ മറ്റൊന്നും നിശ്ചയിച്ചിട്ടില്ല. റമളാൻ കഴിഞ്ഞാൽ ഈ അമാലുകളിൽ നിന്നൊക്കെ അവധിയെടുക്കാം, അതൊക്കെ ഒഴിവാക്കാം എന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല. നേരെ മറിച്ച് നമ്മുടെ അവധി എന്ന് പറഞ്ഞാൽ അത് മരണമാണ്. മരണമല്ലാതെ അള്ളാഹു അമാലുകൾക്ക്, കർമ്മങ്ങൾക്ക് ഒരു അവധിയും നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ദൃഢമായ മരണം അത് വന്നെത്തുന്നതുവരെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അത് വന്നെത്തുന്നത് വരെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിച്ചു, മതർ റാഹ, എപ്പോഴാണ് റാഹത്ത്, ആശ്വാസം ഉണ്ടാകുക? എപ്പോഴാണ് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ എപ്പോഴാണ് സാധിക്കുക? അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മിൻ അവ്വലി ഖദമിൻ അദഉഹു ഫിൽ ജന്ന. സ്വർഗത്തിൽ എൻ്റെ ആദ്യത്തെ കാല് വെക്കുന്നത് എപ്പോഴാണോ അപ്പോഴാണ് റാഹത്ത്, അപ്പോഴാണ് എൻ്റെ വിശ്രമം. അവിടെ മുതലാണ് യഥാർത്ഥ വിശ്രമം ആരംഭിക്കുക. അതുവരെ വിശ്രമമില്ല. അള്ളാഹുവിന് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ പരലോകത്തിനു വേണ്ടി പണിയെടുത്തുകൊണ്ടേയിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ റമളാനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അമാലുകൾ അതിനെ അവസാനിപ്പിക്കാതിരിക്കുക, സ്ഥിരമായി ചെയ്യുക. സ്ഥിരമായി ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിന് പ്രത്യേകം ഇഷ്ടമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ എന്നാൽ സ്ഥിരമായി ചെയ്യുന്ന അമലുകളാണ്, അത് എത്ര കുറവാണെങ്കിലും. നമ്മൾ നോക്കൂ, ഒരുപാട് ഇബാദത്തുകൾ നമ്മളിപ്പോൾ റമളാനിൽ ശീലിച്ചു. ഒന്നാമത്തെ ഇബാദത്താണ് നോമ്പ് എന്നുള്ളത്. ഈ നോമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാൻ അല്ലാത്ത ദിവസങ്ങളിൽ അള്ളാഹു നിയമമാക്കിയിട്ടുണ്ട്. റമളാനിന് ശേഷം ഈ ഇബാദത്തിൽ നിന്നൊരു പങ്ക് നമ്മൾ സുന്നത്തായി നിർവഹിക്കുക. വ്യാഴാഴ്ചകളിൽ, തിങ്കളാഴ്ചകളിൽ സാധിക്കുമ്പോൾ, സാധിക്കുന്നത് പോലെ റമളാനിൽ നമ്മൾ ശീലിച്ച ഈ നോമ്പ് നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം, നമ്മൾ ഒരുപാട് ഖുർആൻ ഓതി റമളാനിൽ. അതിൻ്റെ ഒരു വിഹിതം റമളാൻ കഴിഞ്ഞാലും ദിവസം കുറച്ചെങ്കിലും നമ്മൾ ഖുർആനിൽ നിന്ന് ഓതുക. കുറച്ച് സമയമെങ്കിലും, ഫജ്ർ കഴിഞ്ഞാൽ കുറച്ച് സമയം ഖുർആൻ ഓതുക. മഗ്രിബ് കഴിഞ്ഞാൽ നമ്മൾ ഖുർആൻ ഓതുക. റമളാൻ കഴിഞ്ഞ പാടെ നമ്മളിത് ശീലമാക്കിയാൽ നമുക്കൊരു പ്രയാസം ഉണ്ടാകൂല. കാരണം എന്താ, റമളാനിൽ നമ്മൾ ശീലിച്ചതാണ് ഖുർആൻ ധാരാളമായി ഓതുക എന്നുള്ളത്. റമളാൻ കഴിഞ്ഞാലും അത് ശീലാക്കുക. അതുപോലെ തന്നെ രാത്രി നിസ്കാരം, ഒരുപാട് നേരം നമ്മൾ രാത്രി നിസ്കരിച്ചു, തറാവീഹ് നിസ്കരിച്ചു, വിത്ർ നിസ്കരിച്ചു. റമളാൻ കഴിഞ്ഞ ഉടനെ പെരുന്നാളിന്റെ രാത്രി മുതൽ തന്നെ വിത്റും പിന്നെ ഖിയാമുൽ ലൈലൊക്കെ ഉപേക്ഷിക്കുന്ന അവസ്ഥ അത് നമുക്കുണ്ടാകുവാൻ പാടില്ല. റമളാൻ കഴിഞ്ഞത് മുതൽ അത് നമ്മൾ തുടർത്തിക്കൊണ്ടുപോകുക, അത് അവസാനിപ്പിക്കാതിരിക്കുക. ഖിയാമുൽ ലൈലിന്റെ കാര്യത്തിൽ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. സ്ഥിരമായി ഖിയാമുൽ ലൈൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവൻ, അത് ഉപേക്ഷിക്കുന്ന ഒരുവനെ പോലെ നിങ്ങൾ ആകുവാൻ പാടില്ല. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബ്ദുല്ലാഹ് ലാ തകുൻ മിസ്ല ഫുലാനിൻ കാന യഖൂമുൽ ലൈൽ ഫതറക ഖിയാമൽ ലൈൽ. അബ്ദുല്ലാഹ്, ഖിയാമുൽ ലൈൽ സ്ഥിരമായി നിസ്കരിക്കുന്ന ഒരുവൻ, എന്നിട്ട് അവൻ ആ നിസ്കാരം ഉപേക്ഷിച്ചു. സ്ഥിരമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു, അങ്ങനെ അത് ഉപേക്ഷിച്ചു. അങ്ങനെ ഒരുവനെ പോലെ നിങ്ങൾ ആയിത്തീരരുത്, നീ ആയിത്തീരരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റമളാനിന് ശേഷവും ഈ ഇബാദത്തുകൾ നമ്മൾ തുടർത്തി കൊണ്ടുപോവുക.
റമദാനിൽ നമ്മൾ നേടിയെടുത്ത തഖ്വ നിലനിർത്തുക. കാരണം റമദാനിൽ നമ്മൾ ആരെയാണോ ഇബാദത്ത് ചെയ്തത്, ആർക്ക് വേണ്ടിയാണോ, ആരിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണോ റമദാനിൽ നമ്മൾ പ്രവർത്തിച്ചത്, ആ റബ്ബ് തന്നെയാണ് ശവ്വാലിലെയും അതിനടുത്തുള്ള മാസങ്ങളിലെല്ലാം ആ റബ്ബ് തന്നെയാണ്. ആ റബ്ബ് എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും ഏത് സമയത്തും നമ്മളിൽ നിന്ന് നല്ല കർമ്മങ്ങൾ അവൻ ഇഷ്ടപ്പെടുന്നു. എല്ലാ മാസത്തിൻ്റെയും റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. റമളാനിന് ശേഷം തിന്മകൾ ചെയ്യാം, ഹറാമുകൾ പ്രവർത്തിക്കാൻ നിർത്തിവെച്ച എല്ലാ ആസ്വാദനങ്ങളും, അതുപോലെ തന്നെ എല്ലാ വേണ്ടാത്തരങ്ങളും, എല്ലാ വിനോദങ്ങളും, അനാവശ്യങ്ങളും പ്രവർത്തിക്കാം എന്ന നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുവാനേ പാടില്ല. റമളാൻ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തോ ആകാം എന്ന ചിന്ത ഉണ്ടാകുവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തകൂനു കല്ലതി നഖളത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. മക്കയിലൊരു ഭ്രാന്തിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളെ പണി എന്താ? രാവിലെ മുതൽ കഷ്ടപ്പെട്ടിരുന്ന് കയറ് അത് ശക്തമായി ബലവത്തായി മുറുക്കി കെട്ടും. അങ്ങനെ ഒരു കയറ് രൂപത്തിലാക്കും. അങ്ങനതൊരു പൂർണ്ണമായൊരു കയറിലേക്ക് എത്തിയാൽ അത് പൂർവ്വസ്ഥിതിയിലേക്ക് ആ പിരികളെല്ലാം അഴിച്ചിടും. അങ്ങനെ ഒരു സ്ത്രീയെ പോലെ നിങ്ങൾ ആകുവാൻ പാടില്ല. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ ഉപമയിൽ വലിയ പാഠമാണ് നമുക്കുള്ളത്. കഷ്ടപ്പെട്ട് ഇബാദത്തുകളൊക്കെ ചെയ്ത് റമളാൻ കഴിയുമ്പോഴേക്ക് ഹറാമിലേക്ക് പോയാൽ ഈ റമളാൻ കൊണ്ട് നമ്മൾ എന്താണ് നേടിയത്? മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, മൻ സാമ റമളാന വഹുവ യുഹദ്ദിസു നഫ്സഹു അന്നഹു ഇദാ ഖറജ റമളാൻ അസാ റബ്ബഹു. ഒരുവൻ റമളാനിൽ നോമ്പെടുക്കുമ്പോൾ അവന്റെ മനസ്സിലുള്ള ചിന്ത എന്താ? റമളാൻ ഒന്ന് കഴിഞ്ഞു കിട്ടട്ടെ, കഴിഞ്ഞാൽ തിന്മകൾ ചെയ്യാം. അങ്ങനെ റമളാൻ കഴിയാൻ കാത്തുക്കാണ് പലരും തിന്മകൾ ചെയ്യാൻ. അങ്ങനെയാണ് എങ്കിൽ ഫസിയാമുഹു അലൈഹി മർദൂദ്, അവന്റെ നോമ്പ് അവന്റെ മേൽ തള്ളപ്പെട്ടതാണ്, അത് അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മളുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമെന്ന് ഭയമുണ്ടാകണം. സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. റമളാനിൽ നമ്മൾ നേടിയെടുത്ത തഖ്വ റമളാൻ കഴിഞ്ഞാൽ നമ്മൾ ഇബാദത്തുകൾ അത് തുടർത്തിക്കൊണ്ട് അത് നിലനിർത്തണം. അതുപോലെ തന്നെ റമളാനിന് ശേഷം തിന്മകളിലേക്ക് പോകാതെ നമ്മൾ സബ്ർ ചെയ്ത് പിടിച്ചു നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.